നമസ്കാരം. മുള്ളിയപ്പ് തെറിച്ച ബന്ധം പോലും ഇടതിന് SDPIയോടും ജമാഅത്തെ ഇസ്ലാമിയോടുമില്ല. അത്തരം വർഗീയവാദികളോട് കൂട്ടുപിടിക്കേണ്ട ആവശ്യം ഇടതുപക്ഷത്തിനില്ലെന്നും പാർട്ടി പല തവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനെയും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യവും ഇടതിനില്ല. അങ്ങനത്തെ വർഗീയവാദികളോട് കൂട്ടുപിടിച്ച് വിജയിച്ചിട്ട് ഇപ്പോൾ അവരെ കൂടി ഒന്നുമല്ലാതാക്കുന്ന ഡയലോഗും കൊണ്ട് വന്നിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ശരി, ലീഗ് ആണെങ്കിലും ശരി, വന്ന വഴി മറക്കരുത്. ഉപതെരഞ്ഞെടുപ്പിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവയുടെ പിന്തുണ UDF ലഭിച്ചെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞത് കുഞ്ഞ് ആലിക്കുട്ടി കേട്ടില്ല. അതെങ്ങനെ? നമ്മൾ മിണ്ടാതിരുന്നാലല്ലേ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും പറ്റൂ. അല്ല, ഒരു പൊതുതത്വം പറഞ്ഞെന്നേ ഉള്ളൂ. ആർക്കും UDF പിന്തുണയ്ക്കാമെന്നും അതിനെന്താ എന്നൊക്കെയാണെന്ന് ശ്രീകണ്ഠൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത്. തോക്ക് തരാം, പക്ഷെ വെടിവെക്കരുത് എന്ന് പറഞ്ഞ പോലെ പിന്തുണച്ചോ, പക്ഷെ ജയിച്ചാൽ ആഘോഷിക്കരുതെന്ന് SDPIയോട് ആരും പറഞ്ഞു കൊടുത്തില്ല. പിന്തുണ കൊടുത്ത് ജയിപ്പിച്ചതും പോരാഞ്ഞപ്പോൾ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ പരം അപമാനം ആ പാർട്ടിക്ക് കിട്ടാനുണ്ടോ? സ്മരണ വേണമടോ, സ്മരണ. ഒരേ പാർട്ടിയിലെ രണ്ടുപേർ രണ്ടഭിപ്രായം പറയുന്നു, എന്നിട്ട് അതിന്റെയൊക്കെ കുറ്റം ആരുടെയെങ്കിലും ഒക്കെ തലയിൽ കെട്ടിവെക്കാനാണ് UDF ശ്രമം. അതിനൊരു കൈ സഹായം എന്ന് കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചു കാണും. അരിയത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെ ശ്രീകണ്ഠൻ പറയുന്നു പിന്തുണച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. അപ്പൊ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു SDPIയുടെ വോട്ട് UDF ലഭിച്ചിട്ടേ ഇല്ലെന്ന്. കിലുക്കത്തിൽ രേവതി പറയുന്ന പോലെ അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. SDPI ഒക്കെ വർഗീയ പാർട്ടിയാണെന്ന് പറയാനാകില്ലെന്ന് UDF പറയുന്നു. നിങ്ങൾ അങ്ങനെ പറയണമെന്ന് ആർക്ക് നിർബന്ധം? കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ കൈ തന്നവർ കൊള്ളില്ല എന്ന് പറയാൻ അല്ലെങ്കിലും പാടില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് അത് വർഗീയ പാർട്ടിയാണെന്ന് UDF നിങ്ങൾ പറയണ്ട. വർഗീയതയോട് ലീഗ് സന്ധി ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അത് വർഗീയ പാർട്ടി ആകാനും അല്ലാത്തപ്പോൾ വിശുദ്ധ പാർട്ടിയാകാനും SDPIക്ക് മാറാൻ പറ്റുമല്ലേ? അപാര കഴിവ് തന്നെ. ആരും നിർബന്ധിക്കുന്നുമില്ല. നിങ്ങൾ കൂടെ കൂട്ടരുതെന്ന് LDF പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്കാവാം. ആവില്ലെന്ന് പറയാൻ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും അവകാശമുണ്ടോ? നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ നയം, നിങ്ങളുടെ തീരുമാനം. ആര് പറയുന്നു? പിന്നെ ഇടതുപക്ഷത്തിന് നിലനിൽപ്പിനെ കുറിച്ചൊന്നും ആലോചിച്ച് ലീഗ് തലപുണ്ണാക്കണ്ട. ഉള്ള പിണ്ണാക്ക് ഗോമാതാവ് കൊണ്ടുപോകാൻ നോക്കിക്കോ.